എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കീമിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയതും മന്ത്രിയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെയാണ്. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. ഇതാണ് വിഷയത്തിൽ മന്ത്രി നേരത്തെ നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. എന്താണ് ഇത്തവണ കീമിൽ വരുത്തിയ മാറ്റം എന്നുൾപ്പെടെയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി സ്കൂൾ പഠനകാലം ആരംഭിക്കുന്ന മുതൽ തന്നെ കീം പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ വരെ ഇപ്പോൾ ആ തരത്തിലുള്ള കോച്ചിങ്ങുകൾ വരെ നടക്കുന്നുണ്ട്. അങ്ങനെ അത്രമേൽ കഠിനാധ്വാനത്തിലൂടെയാണ് കീം പരീക്ഷ എഴുതുകയും അതിൽ നല്ല റാങ്കിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ പരീക്ഷയാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നുൾപ്പെടെയുള്ള ഒരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിൽ തങ്ങൾക്ക് നിയമപരമല്ലാത്ത രീതിയിൽ സർക്കാർ സഞ്ചരിച്ചതിലൂടെ തങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന റാങ്ക് കിട്ടിയില്ല എന്നുള്ള CBSE വിദ്യാർത്ഥികളുടെ ഹർജിക്ക് പിന്നാലെയാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത്തവണ വന്ന മാറ്റം കീമിൽ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് കീം പരീക്ഷാ ഫലം റദ്ദാക്കിയതിന് പിന്നാലെ എങ്ങനെയാണ് കീമിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2011 മുതലാണ് കീം പരീക്ഷയിൽ ഈ തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടപ്പിലാക്കി തുടങ്ങുന്നത്. പ്രോസ്പെക്ടസ് വന്ന ശേഷം നിലവിൽ ഇപ്പോൾ വെയിറ്റേജിൽ മാറ്റം വന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. നേരത്തെ 2011 വരെ നടപ്പാക്കിയ രീതിയിലല്ല വെയിറ്റേജ് ഇത്തവണ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. വെയിറ്റേജ് കണക്കാക്കുന്ന മാനദണ്ഡമാണ് ഈ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം 3 പ്രധാന വിഷയങ്ങൾ, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 വിഷയങ്ങളുടെയും മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെയിറ്റേജ് കണക്കാക്കുന്നത്. ഇതിന് 3നും 2011 മുതൽ ഈ വർഷം വരെ 1:1:1, അതായത് തുല്യ അനുപാതത്തിൽ 3നും ഒരേ റേഷ്യോയിൽ ഒരേ അനുപാതത്തിലായിരുന്നു മാർക്ക് കണക്കാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതാ പുതിയ വെയിറ്റേജ് രീതി അത് നിലവിൽ വരുന്നത് പ്രകാരം നോക്കൂ, അത് 5:3:2 എന്ന രീതിയിലേക്ക് ആ അനുപാതം വരുന്നു എന്നുള്ളതാണ് ഇതിൽ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റാങ്ക് കിട്ടിയ കുട്ടികൾക്ക്, 2000 റാങ്കുള്ള കുട്ടികൾക്ക് പലരുടെയും റാങ്ക് ലിസ്റ്റ് അവർ 4000-ലേക്കൊക്കെ എത്തുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ CBSE കുട്ടികളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാറ്റം ഉണ്ടാകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ +2-ലെ മാർക്ക്, ഒപ്പം തന്നെ എൻട്രൻസ് പരീക്ഷാ ഫലം, ആ മാർക്ക്, ഒപ്പം ഈ വെയിറ്റേജ്, ഇത് കണക്കാക്കിക്കൊണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറ്. അങ്ങനെ പ്രസിദ്ധീകരിച്ചതിൽ മറ്റ് നിയമപരമായിട്ടുള്ള നീക്കങ്ങളൊന്നും നടത്താതെ നിയമത്തിന് അപ്പുറത്തേക്ക് ഈ വെയിറ്റേജ് കണക്കാക്കി എന്നുള്ളതാണ് ഇതിൽ വിദ്യാർത്ഥികൾ നിലവിൽ നൽകുന്ന അവരുന്നയിക്കുന്ന പ്രധാന പരാതി. CBSE വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഈ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ പറയുമ്പോൾ കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് അവരെ സംബന്ധിച്ചിടത്തോളമാണ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക.